ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് മെത്തേഡും കൂടാതെ തന്നെ ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മെത്തേഡാണ്. അടിപൊളി മെത്തേഡ് എന്ന് പറഞ്ഞത് വെറുതെ ഒരു മാസ് ഇൻട്രോയ്ക്ക് വേണ്ടിയല്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിൽ പറയുന്ന രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമുള്ള റിസൾട്ട് ഷുവറായിട്ടും ലഭിക്കും. അത് 101% ഉറപ്പുള്ള കാര്യമാണ്. കൂടാതെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ മനസ്സിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും പാടില്ല. ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ വൺ സൈഡ് ലവേഴ്സ്, ബ്രേക്കപ്പ് ആയവർക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെല്ലാം ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരു മെഴുകുതിരി, അത് കത്തിക്കാനായിട്ടൊരു തീപ്പെട്ടി, കൂടാതെ തന്നെ ഒരു പേപ്പറും പേനയും, പിന്നെ നിങ്ങളുടെ എന്നും പറയുന്നത് പോലുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്പേസും. ഇത്രയും മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ആവശ്യകതയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് മെത്തേഡിലേക്ക് പോകാം. ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് ആദ്യം തന്നെ വേണ്ടത്. ശാന്തമായ അന്തരീക്ഷം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് സ്വസ്ഥമായി കുറച്ചു നേരം ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലം. ആ ഒരു സ്പേസിൽ ഇരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബാഹ്യമായ സൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തത്തിലോ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. ഇപ്പോൾ മെത്തേഡ് ചെയ്യുന്ന ആദ്യ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അടുത്ത ദിവസം നിങ്ങൾ അത് മാറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി പ്രിപ്പയർ ആകേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ ഏത് കാര്യം എടുത്താലും. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എത്തരത്തിൽ അത് മാറ്റിയെടുക്കണം എന്ന ചിന്തയിലാണ് നമ്മുടെ ചിന്താരീതി പോകേണ്ടത്. സ്പെസിഫൈഡ് ആയിട്ടുള്ള റൂം തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു മാറ്റോ തുണിയോ വിരിക്കുക. അതിന് മുകളിലായിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതുണ്ട്. തറയിലിരിക്കുമ്പോൾ എത്തരത്തിലുള്ള പോസിലാണ് നിങ്ങൾക്ക് കുറേ നേരം ഇരിക്കാൻ സാധിക്കുന്നത്, ആ ഒരു പോസ് ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കാലിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ കസേര ഉപയോഗിക്കാം. പക്ഷേ കാൽ തറയിൽ തട്ടുന്ന ഭാഗത്തിന് മുകളിലായിട്ട് ഈ യോഗ മാറ്റ് പോലുള്ള മാറ്റോ അല്ലെങ്കിൽ തുണിയോ വിരിച്ചിടേണ്ടതാണ്. അതിന് മുകളിൽ നിങ്ങളുടെ കണ്ണിന് പൊസിഷനായിട്ട് ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ മേശയുടെ മുകളിലായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇൻഹേൽ, ഹോൾഡ്, എക്സ്ഹേൽ. എക്സ്ഹേൽ ചെയ്യുമ്പോൾ പതിയെ തന്നെ വിടുക. ഒരു തരത്തിലും മെഴുകുതിരി അണഞ്ഞു പോകാനുള്ള സാഹചര്യം വരരുത്. നിങ്ങളുടെ കൈപ്പത്തി മലർത്തി തുറന്ന് മുട്ടുകളുടെ മുകളിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. തുടയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ പറ്റുന്ന സാഹചര്യം അനുസരിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ മെഴുകുതിരിയുടെ ഫ്ലെയിമിലേക്ക് നോക്കാൻ പോവുകയാണ്. നിറയുന്ന സാഹചര്യം വരുമ്പോൾ കണ്ണടയ്ക്കാവുന്നതാണ്, അല്ലാതെ കണ്ണടയ്ക്കരുത്. ഒരു 10 മിനിറ്റ് ഇത്തരത്തിൽ നോക്കിയിരിക്കുക. അതിനുശേഷം മെഴുകുതിരി അണയ്ക്കുക. അതിനുശേഷം നമ്മളുടെ എന്നത്തെയും പോലെ നമ്മളുടെ മെത്തേഡിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചു, നടു നിവർന്ന് തന്നെ ഇരിക്കണം. തലയിരിക്കേണ്ടത് ഗ്രൗണ്ടിന് പാരലായിട്ടുള്ള പോസിലാണ്. അത്തരത്തിൽ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ, എക്സേൽ ചെയ്യുന്നു. അതിനുശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുന്നു. അതായത് ശ്വാസം ഉള്ളിലേക്കെടുത്തു, ഹോൾഡ് ചെയ്തു, പുറത്തേക്ക് വിട്ടു, 1 എന്ന് മനസ്സിൽ കൗണ്ട് ചെയ്തു. അത്തരത്തിൽ 50 മുതൽ 75 വരെ കൗണ്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ എത്തരത്തിലുള്ള ആഗ്രഹമാണോ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത്, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി എത്തരത്തിലാണ് നിങ്ങളുടെ കൂടെ ബിഹേവ് ചെയ്യേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ നല്ല രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത്തരത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സമയം ചെയ്തത് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്വലൈസേഷൻ മെത്തേഡ് ഇതിൻ്റെ ഒരു കീ ഫാക്ടറാണ്. അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിലേക്ക് വരാൻ പോവുകയാണ്. അതിനുശേഷം ശാന്തമായി നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു. ഈ ഒരു അഫർമേഷൻ എഴുതാൻ പോവുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ഗിവിങ് എന്നെഴുതിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അതിൽ നോട്ട് ചെയ്യേണ്ടതാണ്. നോട്ട് ചെയ്യുമ്പോൾ കറുത്ത മഷി പേന ഒരിക്കലും യൂസ് ചെയ്യരുത്.
നോട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് 9 ദിവസമാണ്. ഈ 9 ദിവസവും എഴുതുന്ന പേപ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. വേറൊരാളും ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ പക്കൽ നിന്ന് അറിയരുത്, നിങ്ങൾ ചെയ്യുന്നതായിട്ട്. ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാം, ഇങ്ങനൊരു മെത്തേഡ് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യാം. ഒരു തരത്തിലും നിങ്ങൾ ചെയ്യുന്നതായിട്ട് ആരും അറിയരുത്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ബ്രേക്കപ്പ് ആയവരാണെങ്കിൽ, ആ വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുമായി ചേസ് ചെയ്യരുത്. അതായത് ഇത്രയും നാൾ നിങ്ങൾ അയാളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നോക്കരുത്. അയാൾ പുതിയ ഫോട്ടോ ഇട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ കമൻ്റ് ഇട്ടോ എന്നുള്ള രീതിയിലുള്ള ചിന്താരീതിയൊന്നും നമുക്ക് പാടില്ല. ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്. രാവിലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെയും 7 മണിക്ക് മുമ്പേ ഈ ഒരു മെത്തേഡ് ചെയ്യുക.